ജാപ്പനീസ് കട്സു കറി, ബെസ്റ്റ് ടെൻഡർ ഫ്രൈഡ് ചിക്കൻ ഐ ഹാവ് ഹാഡ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കോയമ്പത്തൂരിൽ തിരിച്ചു വന്ന വഴി ഐമാക്സിലൊക്കെ പോയി തിരിച്ചു വന്ന വഴി സലാറൊക്കെ ഉണ്ട് തിരിച്ചു വന്ന വഴി ഇതോടെ രാത്രി നമുക്ക് 2 മണിക്ക് വരെ ഓപ്പൺ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ. ഇവരെ മുമ്പ് ഇപ്പം ഞങ്ങൾ 1 മണിയൊക്കെയാണ് ഇവിടെ എത്തിക്കുന്നത്. ഇതാണ് അവരുടെ മെയിൻ. അപ്പോൾ ഞങ്ങളൊരു ചിക്കൻ ടെൻഡേഴ്സ്, പിന്നെ ഇവളെന്തൊരു ജാപ്പനീസ് കറി വിത്ത് റൈസ്. അതാണ് സാധനം ഞാൻ ഓർഡർ ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ ട്രൈ ആണത്. ജാപ്പനീസ് കറി വിത്ത് റൈസ് ഒരു സാധനം ഉണ്ടായിരുന്നു. ബട്ടർ എന്തൊരു സാധനം. ഇത് വേറെ സാധനമാണ്, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല. വിശപ്പുണ്ടെങ്കിൽ വേറെ ഓർഡർ ചെയ്യും. പിന്നെ 2 പേര് ഇങ്ങനെ ട്രാൻസ്പോർട്ടിനവരുണ്ടായിരുന്നു. എത്ര പേര് അവർ ഓർക്കുന്നുണ്ട്. പണ്ട് ജൂക്ക് ബോക്സ് മെഡ്ലി ചാനലിൽ നിന്ന് ഓർമ്മയുണ്ട്. 2 ഒരേപോലെ ഇങ്ങനെ ട്വിൻസ് പോലെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ട്രാൻസ്പോർട്ടിനത് കണ്ടിട്ടുണ്ടോ? അത് സാഫ്രി ഡിയോ എന്ന് പറഞ്ഞിട്ട്, സഫാരി ഡിയോ എന്ന് അങ്ങനെ കണ്ടതൊന്നുമല്ല. സാഫ്രി ആണോ സഫാരി ആണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര റെക്കമെൻഡ് ഉണ്ട്. A few minutes later. So much later that the old narrator got tired of waiting and they had to hire a new one. കണ്ടിട്ട് കൊള്ളാലോ. ഇതെൻ്റെ താനം. പക്ഷേ ഇത് വേണ്ടേ, ടെൻഡേഴ്സ് വേണ്ടേ? അനുഭവം എനിക്കും ശരിക്കും പറഞ്ഞാൽ രാത്രി ചിക്കൻ കഴിച്ചാൽ ഭയങ്കര ഗ്യാസ് കയറും. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാൻ പോകില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇത് തന്നെ. എങ്ങനെയുണ്ട്? ജാപ്പനീസ് കട്സു കറി. ഇതിനകത്തേക്ക് 69 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കൂടെ ആഡ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ടല്ലോ പൊട്ടറ്റോ. ഇതെന്താ പൊട്ടറ്റോ ബേസ്ഡ് ആയിട്ടുള്ള ഡിഷാ. നല്ല രുചിയുണ്ട് അല്ലേ? കൊള്ളാലോ. ഞാൻ പ്രത്യേകിച്ച് നിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എത്ര തവണ ഞാൻ കാണിച്ചത്. ഞാൻ നോർമൽ മീഡിയം സ്പൈസി ഉണ്ട് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഫ്ലെയിമിങ് ഹോട്ടൊക്കെ ഞാൻ കഴിച്ചിട്ട് കരഞ്ഞ ഇവിടെ കിടന്നിട്ട്. ടെൻഡറൊന്നും ഒരു രക്ഷയില്ല. ദി ബെസ്റ്റ് ടെൻഡർ ഫ്രൈഡ് ചിക്കൻ ഐ ഹാവ് ഹാഡ്. ഇത് ബോൺലെസ് ആണ്. പിന്നെ ഇവിടുത്തെ എക്സ്ട്രീംലി വേറെ ലെവൽ ക്വാളിറ്റി ചിക്കനാണെന്ന് പറയേണ്ടി വരും. എല്ലാതാണ്. ഇന്ന് വരെ ഞങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുമില്ല. ഇവരുടെ തട്ടെന്നും താഴെ തന്നെ നിൽക്കും. എന്നും കിഡിലാണ്. ഒരു തവണ വലിയൊരു എക്സ്പീരിയൻസ് എന്ന് മാത്രമല്ല, ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് മാത്രമേ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. അവൾ ആസ്വദിച്ച് നിന്ന് കഴിക്കണേ. അപ്പം ഞങ്ങൾ വടിച്ച് തൂത്തട്ടാ ഇതുകൂടി ബാക്കിയുള്ളൂ. ഇപ്പത്തെ സന്തോഷമായി. എന്തൊരു പെട്ടെന്ന് വല്ലാത്തൊരു ആശ്വാസം കിട്ടി പോലെ അല്ലേ? ലെമനേഡ്സോടെ സൂപ്പർ. 2 പേർക്ക് ഒരെണ്ണം പറഞ്ഞാൽ മതി. സെറ്റ് സാധനം. അപ്പോൾ അനുഭവം ഏകദേശം ഉറങ്ങി വീഴാറായി. എന്തായാലും ഇവിടുത്തെ ഫുഡ് വേറെ ലെവലാണ്. ഭയങ്കര കൺസിസ്റ്റൻ്റ് ആണ്. വി ആർ വെരി ഹാപ്പി സിൻസ് ദ ബിഗിനിങ് ടു നൗ. ഒരു ചേഞ്ചുമില്ല. കിടിലും ഫുഡും നല്ല സർവീസും എല്ലാം കൊണ്ട് സൂപ്പർ. വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്ഥലങ്ങൾ ഇൻ കൊച്ചിയിൽ ഞാൻ പറയും.